അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇക്കതേ ഓഫീസിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് നല്ല അടിപൊളി പടയ്ക്കുന്ന മത്തി വാങ്ങിച്ചിട്ടുണ്ട്. അത് വാങ്ങിച്ചതും പോയിട്ട് നല്ല സൂപ്പറായിട്ട് ക്ലീനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനാണ് തോന്നുന്നത്. എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ മീൻ വറ്റിച്ചത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഞാനിതിവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ അടുത്ത് മൺചട്ടി ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രമായാലും അതിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 ചുവന്നുള്ളിയാണ് എടുത്തേക്കുന്നത്. അത് വലുതാണെങ്കിൽ 4 മതി, അല്ലെങ്കിൽ ഒരു 5 ആവാം. അതേപോലെ തന്നെ 4 വെളുത്തുള്ളിയുടെ അല്ലി, 2 പച്ചമുളക് നെടുവെ കീറിയിട്ടിട്ടുണ്ട്, കുറച്ച് കരുവേപ്പില. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. അതേപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് വെളിച്ചെണ്ണ, ആവശ്യാനുസരണം ഉപ്പ്. കുടംപുളിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ഇതില്ലെങ്കിൽ തന്നെ സാധാരണ പുളിയുടെ വെള്ളം ഒഴിച്ചാലും മതി. അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു നുള്ളു ഉലുവയും 1/4 ടീസ്പൂണോളം പെരിഞ്ചീരകവും 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഒന്ന് നമുക്ക് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് എല്ലാം കൂടി ഒന്ന് ഞെരടിയെടുക്കാം. ഈ കൂട്ട് നല്ലോണം നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇട്ടതിന് ശേഷം അധികം നമ്മളൊന്ന് ഇളക്കണ്ട, കാരണം അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകും. അതിന് ശേഷം ഒരല്പം വെള്ളം, ഒരു 1/4 ഗ്ലാസോളം വെള്ളം ജസ്റ്റ് ഒഴിക്കുന്നുണ്ട്. കാരണം അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, നമ്മളിത് വറ്റിച്ചെടുക്കില്ല, അപ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും ഇതൊന്ന് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു 4 അല്ലെങ്കിൽ 5 മിനിറ്റോളം നമ്മൾ വീണ്ടും ഒന്ന് കുക്ക് ചെയ്യാം. ഞാനിതിപ്പോൾ വീണ്ടും തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ തന്നെ 1 ടീസ്പൂണോളം ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ഇവിടെ നല്ല ചെറിയൊരു ഗ്രേവിയോടെ തന്നെയാണ് ഞാനിത് ഫ്ലെയിം ഓഫാക്കിയത്. കാരണം ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ചൂടത്തിരുന്നിട്ട് ആ ഗ്രേവിയൊക്കെ നല്ലോണം വറ്റും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ല മത്തിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്